മലപ്പുറം നിലമ്പൂരിൽ കെ കരുണാകരന്റെ ചിത്രം വെച്ച് ബി.ജെ.പിയുടെ ഫ്ലെക്സ് ബോർഡ്. ബി.ജെ.പി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയാണ് മോദിക്കും പത്മജയ്ക്കുമൊപ്പം കെ കരുണാകരന്റെ ബോർഡ് സ്ഥാപിച്ചത്. ബോർഡ് സ്ഥാപിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ പോലീസിന് പരാതി നൽകി. അഷ്കർ അലി കരിമ്പിയുണ്ട് വിവരങ്ങളുമായി. അഷ്കർ, നേരത്തെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കളെ ബി.ജെ.പിക്കാർ അടിച്ചുമാറ്റുന്നു എന്ന രീതിയിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പട്ടേലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പരാതികൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ കെ കരുണാകരന്റെ ലെഗസി കൂടി ബി.ജെ.പി കൊണ്ടുപോകുന്നു എന്നാണോ യൂത്ത് കോൺഗ്രസിന്റെ പരാതി? ബിനിൽ, നേരത്തെ തന്നെ പത്മജയുടെ ബി.ജെ.പി പ്രവേശനം തന്നെ തൊട്ടു പിന്നാലെ ഏറ്റവും ചർച്ചയായിരുന്ന പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി കൂടിയായ കെ കരുണാകരനെ ബി.ജെ.പി രാഷ്ട്രീയമായി ഉപയോഗിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെ പത്മജ കെ കരുണാകരൻ രാഷ്ട്രീയമായി ഇല്ലെങ്കിൽ കരുണാകരന്റെ ലെഗസി ഉപയോഗിക്കുകയാണെങ്കിൽ തെരുവിൽ തടയുമെന്നടക്കമുള്ള പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പത്മജന്റെ ബി.ജെ.പി പ്രവേശനത്തിന് തൊട്ടു പിന്നാലെ മലപ്പുറം നിലമ്പൂർ നഗരത്തിൽ നിലമ്പൂർ ബി.ജെ.പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഫ്ലെക്സിലുള്ളത് ബി.ജെ.പിയിലേക്ക് പത്മജയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു ചിത്രമായി മാറിയിരിക്കുന്നത്. നരേന്ദ്രമോദിക്കും പത്മജ വേണുഗോപാലിനുമൊപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന കോൺഗ്രസുകാരനായിരുന്ന കെ കരുണാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പത്മജയെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിലൊരു പ്രതിഷേധം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചത് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. സ്വാഭാവികമായും പ്രതിഷേധമായി നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അജ്മൽ ഷാഫാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലമ്പൂർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് ബി.ജെ.പി പ്രവർത്തകരോട് ഇത് മാറ്റാനുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഫ്ലെക്സ് സ്ഥാപിച്ച് ഇത്രയും മണിക്കൂറായിട്ടും ആ ബോർഡ് മാറ്റാൻ ബി.ജെ.പിയോ ഇല്ലെങ്കിൽ പോലീസോ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഇനിയും ഫ്ലെക്സ് വെക്കുന്നത് അതിനെ തുടർന്നാൽ അവിടെ ഇല്ലെങ്കിൽ ഫ്ലെക്സ് അവിടെ തന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ അത് തങ്ങൾ എടുത്തു മാറ്റും എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നിലമ്പൂരിലുള്ള പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും അതൊരു സംഘർഷത്തിലേക്ക് ഇല്ലെങ്കിൽ പരസ്പരം പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും കെ കരുണാകരനെ ബി.ജെ.പി രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു പ്രത്യക്ഷ തെളിവായി തന്നെ നമുക്ക് ഈ ഫ്ലെക്സിനെ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഇനി അതിനെ കോൺഗ്രസ് എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും കോൺഗ്രസ് അത് നേരിടാൻ പോവുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതും ആശങ്കയോടെ നോക്കി കാണേണ്ടതുണ്ട്. ബിനിൽ. ഓക്കെ, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന് ബി.ജെ.പിയിലേക്ക് സ്വാഗതം എന്ന് കാണിച്ചുകൊണ്ട് നിലമ്പൂർ ബി.ജെ.പി നേതൃത്വം വെച്ചിട്ടുള്ള ഫ്ലെക്സിലാണ് ഇപ്പോൾ കെ കരുണാകരന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്.